പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ പ്രതീക്ഷകൾ കർത്താവിൽ സമർപ്പിക്കുക. ഒരിക്കലും അത് തകരുകയില്ല, തകർക്കപ്പെടുകയില്ല. എന്തെന്നാൽ കർത്താവിൻ്റെ കുടുംബത്തിൽ കർത്താവ് നട്ടുപിടിപ്പിച്ചവരാണ് നാം ഓരോരുത്തരും. കർത്താവിൻ്റെ സൃഷ്ടിയായ നമ്മെക്കുറിച്ച് കർത്താവിനൊരു വലിയ പദ്ധതിയുണ്ട്. മറ്റുള്ളവർ നമ്മെ ചെറുതാക്കി കാണുമ്പോൾ, നമ്മെ മറന്നു കളയുമ്പോൾ, നമ്മെ ദുർബലരായി കാണുമ്പോൾ യഥാർത്ഥ നമ്മുടെ വ്യക്തിത്വം കർത്താവിലാണെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് നാം കരുതേണ്ട. നമ്മുടെ വഴി ദൈവത്തിൻ്റെ മാർഗത്തിലാണ് എങ്കിൽ നാം ആരുടെയും വാക്കുകേട്ട് ഭയപ്പെടാനൊന്നുമില്ല. എന്തെന്നാൽ കർത്താവാണ് മനുഷ്യൻ്റെ ഹൃദയം ഗ്രഹിക്കുന്നത്, പരിശോധിച്ചറിയുന്നത്. അവിടുത്തെ സന്നിധിയിൽ നാം പ്രീതി കണ്ടെത്തിയാൽ നമുക്ക് എല്ലാം ഉണ്ട്. അതിനാൽ വിശ്വാസത്തോടെ ഇന്നത്തെ രാത്രിയിൽ നമ്മുടെ ഭയവും ഉത്കണ്ഠയും ആകുലതകളും ആകാംക്ഷകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും കർത്താവിൽ ഉറപ്പിച്ച് നമുക്ക് ഈ രാത്രിയിൽ സുഖമായി കിടന്നുറങ്ങാൻ ദൈവത്തിൻ്റെ കൃപ കൂടെയുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരീക്ഷയെ സമർപ്പിക്കാം. നാളത്തെ നിങ്ങളുടെ ഇൻ്റർവ്യൂ, മറ്റ് യാത്രകൾ എല്ലാം സമർപ്പിക്കാം. സാമ്പത്തിക ആവശ്യങ്ങളെ സമർപ്പിക്കാം. ആരോഗ്യ പ്രശ്നങ്ങളെ സമർപ്പിക്കാം. ഹോസ്പിറ്റലിലായിരിക്കുന്ന ചില മക്കൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു അമ്മയ്ക്ക് വേണ്ടി, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തമായ കരം ആ മകളെ സൗഖ്യപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ദൈവവചനം നമുക്ക് ശ്രവിക്കാം. സങ്കീർത്തനം 87 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അവിടുന്ന് വിശുദ്ധഗിരിയിൽ തൻ്റെ നഗരം സ്ഥാപിച്ചു. യാക്കോബിൻ്റെ എല്ലാ വാസസ്ഥലങ്ങളെയും കാൾ സിയോൻ്റെ കവാടങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ നഗരമേ, നിന്നെപ്പറ്റി മഹത്തായ കാര്യങ്ങൾ പറയപ്പെടുന്നു. എന്നെ അംഗീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ റാഹാബും ബാബിലോണും ഉൾപ്പെടുന്നു. ഫിലിസ്തീയയിലും ടൈറിലും എത്യോപ്യയിലും വസിക്കുന്നവരെക്കുറിച്ച് അവർ ഇവിടെ ജനിച്ചതാണെന്ന് പറയുന്നു. സകലരും അവിടെ ജനിച്ചതാണെന്ന് സിയോനെക്കുറിച്ച് പറയും. അത്യുന്നതൻ തന്നെയാണ് അവളെ സ്ഥാപിച്ചത്. കർത്താവ് ജനതകളുടെ കണക്കെടുക്കുമ്പോൾ ഇവൻ അവിടെ ജനിച്ചു എന്ന് രേഖപ്പെടുത്തും. എൻ്റെ ഉറവകൾ നിന്നിലാണ് എന്ന് ഗായകരും നർത്തകരും ഒന്നുപോലെ പാടും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഒരു ദിവസം കൂടി ഇന്ന് ഞങ്ങളുടെ ആയുസ്സിൽ കൂട്ടിച്ചേർത്ത് ഈ പകൽക്കാലം മുഴുവനും നീ ഞങ്ങളെ പരിപാലിച്ചു. കാരുണ്യത്തോടെ ഞങ്ങളെ നോക്കി അനുഗ്രഹിച്ചു. കർത്താവെ, ഈ രാത്രിയിൽ ഇരുട്ടിൻ്റെ നിശബ്ദതയിൽ കർത്താവെ, നന്ദിയോടെ നീ ചെയ്ത നന്മകളെ ഞാൻ ഓർക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തെ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തെ, മനസ്സിനെ, അന്തരാത്മാവിനെ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് സങ്കീർത്തനം 87 ഞങ്ങളോട് അരുളി ചെയ്യുന്നത്, അവിടുന്ന് സ്ഥാപിച്ച നഗരത്തെ അവിടുന്ന് സ്നേഹിക്കുന്നു. അവിടുത്തെ ജനതകളെക്കുറിച്ച് മഹത്തായ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ വചനം ഞങ്ങളെ ഇന്ന് രാത്രിയിൽ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളെക്കുറിച്ച് നിനക്കൊരു വലിയ പദ്ധതിയുള്ളതിനാലും ഞങ്ങളെക്കുറിച്ച് നീ നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നതിനെ ഓർത്തും നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സ്വന്തമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ജീവിതം അങ്ങേക്കറിയാം. അങ്ങ് ഞങ്ങളെക്കുറിച്ച് ഓർക്കുന്നു. അങ്ങയുടെ സ്നേഹപദ്ധതിയിൽ അങ്ങ് ഞങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങൾ അവകാശികളാണെന്ന് അവിടുന്ന് എഴുതിയിരിക്കുന്നു. കർത്താവേ, ഈ ലോകം ഞങ്ങളെ ചെറുതാക്കുമ്പോഴോ, ഞങ്ങളെ തിരസ്കരിക്കുമ്പോഴോ, ഞങ്ങളെ ഒന്നുമല്ലാത്തവരായി കാണുമ്പോഴോ, ദൈവമേ, ഞങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം നിന്നിലാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ. ഞങ്ങൾ തളരാതെ, ഞങ്ങളുടെ മനസ്സ് നൊമ്പരപ്പെടാതെ,
കർത്താവേ, നീയാണ് ഞങ്ങളുടെ അധിപൻ, നീയാണ് ഞങ്ങളുടെ യജമാനൻ, നീയാണ് ഞങ്ങളുടെ അനുഗ്രഹം, ആയുസ്സ്, സമ്പത്ത്, ആരോഗ്യം എല്ലാം എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ച് പതറാതെ നിന്നിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ച് ഇരിക്കാൻ, നിനക്ക് നന്ദി പറഞ്ഞിരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നീ ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിക്കുന്നവനാണ്. ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിന് ആവശ്യമായ രൂപാന്തരീകരണം നൽകി ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദുഃഖവും വേദനയും നിരാശയും എടുത്തുമാറ്റി, ഭയം, നിരാശ എല്ലാം എടുത്തുമാറ്റി നിൻ്റെ ആനന്ദവും സൗന്ദര്യവും നിൻ്റെ സന്തോഷവും അനുഗ്രഹവും നിൻ്റെ കൃപയും ചൈതന്യവും നിറച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ നീ സൗന്ദര്യമുള്ളതാക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അനാവശ്യമായ കോപവും വിദ്വേഷവും ശത്രുതയും അസൂയയും കലഹങ്ങളും എടുത്തുമാറ്റി ഞങ്ങളായിരിക്കുന്ന സ്ഥലം ദൈവത്തിന് പ്രീതികരമായി കാണപ്പെടുന്നതിന് വിശുദ്ധിയുടെ സ്ഥലമായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്നവരെയും വിശുദ്ധിയുടെ മേലങ്കി ധരിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്നിൽ ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന ഉറപ്പോടുകൂടെ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നു. നാളത്തെ നല്ലൊരു പ്രഭാതത്തെ വരവേൽക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. നാളത്തെ ഞങ്ങളുടെ മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ മക്കളുടെ പരീക്ഷയെ നീ എളുപ്പമാക്കി നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ആരൊക്കെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടോ അവർക്കെല്ലാം വേണ്ടി ഞാൻ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, അവരുടെ പ്രതീക്ഷ നിന്നിൽ മാത്രമായിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷയറ്റ എല്ലാവരും നിന്നിൽ പ്രതീക്ഷ അർപ്പിക്കാൻ കർത്താവേ ഞങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ ജനതകളും നിന്നിൽ പ്രതീക്ഷ അർപ്പിച്ച എല്ലാവരും ഒന്നിനും കുറവില്ലാത്തവരായി ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കാണപ്പെടുന്നതിന് ദൈവമേ നീ എഴുന്നേൽക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കം നൽകി ഞങ്ങളെ നീ ആശീർവദിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. മനസ്സിൻ്റെ വേദനയും ദുഃഖവും എല്ലാം മാറ്റി എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിച്ച് ഒരു പുതിയ അനുഗ്രഹപ്രദമായ വ്യക്തിയായി മാറാൻ കർത്താവെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ നീ സാധിച്ചു തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കമൻറ്റ് സെക്ഷനിലൂടെ, ഇമെയിലിലൂടെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഈ രാത്രിയിൽ വലിയ അനുഗ്രഹങ്ങളും സൗഖ്യവും നീ പ്രദാനം ചെയ്യണമേ. നിൻ്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ച് സുഖമായി ഉറങ്ങാൻ ഞങ്ങളെ ഈ രാത്രിയിൽ നീ അനുഗ്രഹിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ രാത്രിയിൽ നിൻ്റെ മക്കളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം അങ്ങ് പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ഭയവും മാറ്റി, വിഷമങ്ങൾ മാറ്റി, മനസ്സിൻ്റെ നൊമ്പരങ്ങൾ
എടുത്തുമാറ്റി ശരീരത്തിൻ്റെ രോഗങ്ങൾ സൗഖ്യമാക്കി സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ ഭവനത്തെയും കുടുംബത്തെയെല്ലാം സകല വസ്തുവകകളെയും കർത്താവിൻ്റെ ശക്തരായ ദൂതർ കാവലുണ്ടായിരിക്കട്ടെ. നാളത്തെ പ്രഭാതം കർത്താവിനെ ആരാധിച്ച് സ്തുതിച്ച് വരവേൽക്കുന്നതിന് അതിരാവിലെ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ 5 മണിക്കുള്ള പ്രാർത്ഥനയിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടാം. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.